അതല്ല ഇത് എത്ര നാളായി ചർച്ചയിൽ ഞാൻ ഇവരോടൊപ്പം പങ്കെടുത്തിട്ടുള്ള ആളാണ് വേണു. നമ്മൾ നിഷ്പക്ഷമായി സംസാരിക്കണം, അതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു സൈഡിന് വേണ്ടി മാത്രം നിന്ന് സംസാരിക്കരുത്. ഇതൊക്കെ ലോ കോളേജ് പഠിപ്പിക്കാൻ കൊള്ളാം. ഇവിടെ പ്രായോഗിക ട്രയലിന് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ദിലീപിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ വക്കീൽ നിരത്തുന്ന ന്യായങ്ങൾ 51 പേജാണോ 68 പേജാണോ 78 പേജാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിൽ ഫാക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ എന്താ പറയുന്നത്, 2013 അബാദ് പ്ലാസയിൽ ദിലീപ് ഉണ്ടായിരുന്നു, അമ്മയുടെ ഷോയിൽ പങ്കെടുക്കാൻ റിഹേഴ്സൽ ക്യാമ്പിലൂടെ ഉണ്ടായിരുന്നു. അവിടെ അന്നേ ദിവസം നമ്മുടെ നടൻ മുകേഷുമുണ്ട്. മുകേഷിൻ്റെ ഡ്രൈവറാണ് പൾസർ സുനി. അതാണ് വാദം ഉന്നയിക്കുന്ന ഒരു വാദം. രണ്ടാമത്തെ വാദം എന്താണ്, ഇവിടെ അഡ്വക്കേറ്റ് അജയ്കുമാർ ഉൾപ്പെടെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്, എനിക്ക് അൾട്ടിമേറ്റ് രോഗമൊന്നും ബാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ദിലീപിന് കത്ത് വന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് കുറേ നാൾ ആ കത്ത് മാറ്റിവെച്ചു എന്ന് ഈ ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ള ചോദിച്ചിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അവരെ ബ്ലെയിം ചെയ്യല്ല. അടക്കമുള്ളവർ പറഞ്ഞത് സംഭവത്തിന് മുൻപുള്ള ഒരു പ്രതിയുടെ പെരുമാറ്റ രീതി, സംഭവത്തിന് ശേഷമുള്ള ഒരു പ്രതിയുടെ പെരുമാറ്റ രീതി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന്റെ വിശദീകരണം. താങ്കൾക്ക് തുടരാം ശ്രീ നന്ദിയാട്ട്. അപ്പോ അവിടെ അന്ന് തന്നെ കത്ത് കിട്ടി, അന്ന് തന്നെ കത്ത് മാറ്റിവെച്ചാൽ ദുരൂഹതയുണ്ട്, അത് നിയമപരമായി ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദിലീപ് നിൽക്കുന്നു, കുഴയുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തേ. പക്ഷേ ഇന്ന് നമ്മൾ അറിയുന്ന എന്താണ്, വാദിഭാഗം പറയുന്നത് എന്താ, പ്രതിഭാഗം പറയുന്നത് എന്താ, ജാമ്യത്തിന് വേണ്ടിയിട്ട് അവിടെ DGPക്ക് വാട്സപ്പ് മുഖം ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവ് അതൊക്കെ വേണു. അതൊന്നും വെറുതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അത് മാത്രമല്ല, 2 കോടി രൂപ ചോദിച്ചു. കത്തിൽ 2 കോടി രൂപ ഇല്ലായിരുന്നു ചോദിക്കുക. പക്ഷേ ഫോണിൽ കൂടെ അപ്പുണ്ണിയോട് പറഞ്ഞിരുന്നു. അപ്പുണ്ണി ദിലീപിന്റെ ഡ്രൈവർ കം മാനേജറാണ്. ചെരുപ്പിന്റെ പരസ്യം പോലെ വേറെ യു ആർ ഐ ആം ദേർ. അത് പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ഞാൻ വിശദീകരിച്ചോട്ടെ, എന്നിട്ട് നന്ദിയാട്ടിലേക്ക് വരാം. ഇവിടെ പ്രധാനമായും അന്ന് ദിലീപിനെതിരെ ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് പൾസർ സുനി അയച്ച കത്തിൽ എവിടെയും 2 കോടിയെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ദിലീപ് 2 കോടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് അന്വേഷണ സംഘത്തെ കൊണ്ട് ശക്തമായി ദിലീപിനെ പ്രതിരോധത്തിലാക്കിച്ച ഒന്ന് എന്ന്, ദിലീപ് സ്വയം ചെന്ന് കുഴിയിൽ ചാടിയതാണ് എന്ന്. അങ്ങനെയല്ല എന്ന് ഈ ബെയിൽ ആപ്ലിക്കേഷൻ പറയുന്നു. ടെലിഫോൺ സംഭാഷണത്തിൽ 2 കോടി പറഞ്ഞു. കത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതെങ്കിലും ടെലിഫോൺ സംഭാഷണത്തിൽ 2 കോടി പറഞ്ഞു. അതാണ് പരാതിയിൽ ദിലീപ് കൊടുത്തിരിക്കുമ്പോൾ 2 കോടി എന്ന നിലയിൽ എഴുതിയിരിക്കുന്നത്. ശ്രീ നന്ദിയായിട്ട് തുടരാം താങ്കൾക്ക്. ഞാൻ പറയുന്നല്ലോ, ഇവരെ നമ്മൾ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നിഷ്പക്ഷമായി സംസാരിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദിലീപ് പ്രതിയാണെങ്കിൽ അവിടെ കുറ്റവാളിയാണെന്ന് കോടതി പറയുന്നതുവരെ ദിലീപിന്റെ സംശയത്തിന് ആനുകൂല്യം നൽകണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. യുക്തിസഹജമാണ്, ഇരയ്ക്ക് നീതി കിട്ടണം എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഒരു പക്ഷം മാത്രം പിടിക്കുന്നവരെ ഞങ്ങൾ കണ്ടില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നടിക്കാൻ പറ്റില്ല. നിഷ്പക്ഷമായി സംസാരിക്കട്ടെ എല്ലാവരും. പക്ഷേ ഇവരുടെ ഫാക്ടറിയിൽ നിന്ന് കറുത്ത പുക പ്രതീക്ഷിച്ചാൽ മതി, വെളുത്ത പുക വേണ്ട. ഇവർ കുറച്ച് പേരുണ്ട്. വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മലയാള സിനിമയിൽ ഈ സംഭവം ഉണ്ടായി, ദിലീപ് പ്രതിയാണെന്ന് പറഞ്ഞിട്ട് 10,000-കണക്കിന് അംഗങ്ങളുള്ള സംഘടന സിനിമ, ആ സിനിമ ആരെങ്കിലും ഗവൺമെൻറ് വിമർശിച്ചോ? വേണു, പോലീസിനെ വിമർശിച്ചോ? നീതിന്യായ വ്യവസ്ഥയെ വിമർശിച്ചോ? ഞങ്ങൾ ആരും വിമർശിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഇൻവേർട്ടർ കോമൽ ഇടണം. വേണു, കാത്തിരുന്ന് കാണുക. കാരണം സിനിമയിൽ ആരും വിശ്വസിക്കുന്നില്ലാത്ത കാര്യമായിരുന്നു ഇതൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ദിലീപ് പ്രതിയല്ല അല്ലെങ്കിൽ ദിലീപ് ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം. ഇപ്പോ അഡ്വക്കേറ്റ് രാമൻപിള്ള ഈ കേസ് ഡയറി കണ്ടിട്ടില്ല. പക്ഷേ ജാമ്യം നിഷേധിച്ച 3 കോടതികൾ അല്ലേ സാർ, ഹൈക്കോടതി വരെ 3 കോടതികൾ ഈ കേസ് ഡയറി കണ്ടതുകൊണ്ടും 2 കോടതികൾ, മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം, ഹൈക്കോടതിയിൽ രണ്ടാമത്, അല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ അപ്പോൾ 2 തവണയോ? അല്ല, 1 കോടതി. ശരി, 2 തവണ. ഒരു തവണയുള്ളൂ. ശരി, 2 തവണ ഈ ബെയിൽ റിജക്ട് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഈ കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ ബലത്തിലാണ് കോടതി ആ തീരുമാനമെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ പുതുതായി വെച്ചിരിക്കുന്നത്. കോടതിക്ക് മാത്രം അറിയുന്ന ഒരു രേഖ പരിശോധിച്ചുകൊണ്ടാണ് ബെയിൽ നിഷേധിച്ചിട്ടുള്ളത് കോടതി. അതിൻ്റെ ഗൗരവം നാം കാണേണ്ടേ ശ്രീ സജി നന്ദിയാട്ട്? വേണു, നമ്മൾ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. 220 അല്ല, നമ്മൾ 120B ഉൾപ്പെടെ 376 ഉൾപ്പെടെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെ 10 കേസ് ചാർജ് ചെയ്ത പ്രതിക്ക് ആദ്യ റൗണ്ടിൽ ജാമ്യം കിട്ടില്ലെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. രണ്ടാമത്തെ കാര്യം കേൾക്കുക, ഇവിടെ ജാമ്യം എന്ന് പറയുന്നത് അവകാശമാണ് പ്രതിയുടെ. എപ്പോഴാണ്? ആദ്യ സമയത്തല്ല, ആദ്യം ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. വേണു, 10 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സാഹചര്യ തെളിവുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഈ സാഹചര്യ തെളിവുകൾ യുക്തിസഹജമായിരിക്കണം, അത് നീതിയുക്തമായിരിക്കണം, കോടതിക്ക് ബോധ്യം വരുന്നതായിരിക്കണം.
എങ്കിൽ മാത്രമേ ഇവിടെ പ്രതി ദിലീപാണെന്ന് നമ്മൾ അല്ലെങ്കിൽ കുറ്റവാളി ദിലീപാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റൂ. പ്രതി ആരുമാകും, പക്ഷേ കുറ്റവാളിയാകണമെങ്കിൽ കോടതിക്ക് വേണ്ട മെറിറ്റാണ്. അവിടെ നീതിയുടെ തുലാസിൽ തൂക്കപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ. ഇപ്പം പറഞ്ഞല്ലോ ബെയിൽ ആപ്ലിക്കേഷൻ നാളെ തള്ളാതിരിക്കട്ടെ. ഞാൻ വേണുവിനോട് പറയുന്നു, ഈ 51 പേജിൽ പറഞ്ഞിരിക്കുന്ന പ്രതിഭാഗം പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിചാരണ സമയത്ത് ഈ നമ്മൾ പറഞ്ഞ ദിലീപിന്റെ വക്കീൽ കോടതിയിൽ ട്രയലിന്റെ സമയത്ത് ഇത് ഉന്നയിക്കും. അത് വെറുതെ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല. കാരണം അദ്ദേഹം കേസ് ഡയറി കണ്ടിട്ടില്ല. കോടതിയിൽ ശ്രീ സജി നന്ദിയാട്ട്, ഒരു കാരണവശാലും പക്ഷം പിടിച്ച് സംസാരിക്കുന്നു എന്നുള്ള താങ്കളുടെ ആരോപണം ശരിയല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, പൊതുസമൂഹത്തിന് അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ ബെയിൽ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത്. ആ ബെയിൽ ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുഭാഗത്തിൻ്റെ മറുപടി എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം വേണം അവയുടെ സ്വീകാര്യത ചർച്ച ചെയ്യാൻ. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അവർ പറഞ്ഞിരിക്കുന്ന മുഴുവൻ തെറ്റാണെന്നോ അത് വിശ്വസിക്കാൻ പാടില്ലെന്നോ ഞാൻ പറയുന്നില്ല. അജയ്കുമാർ സാറേ, പീലാത്തോസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സാറിന് മുമ്പിൽ വന്ന് ശിക്ഷപ്പെട്ടനെ. പക്ഷെ ഒരു കാര്യം, കുരുണ്ട് പോലെ സൂക്ഷിക്കണം. പീലാത്തോസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു സാറിന്റെ, ജോർജ് ജോസഫ് സാറിന്റെ, ബൈജു കൊട്ടാരക്കടക്ക് മുമ്പിൽ ഞാൻ ഇടപെടുകയാണ് ശ്രീ നന്ദിയാട്ട. എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ PC ജോർജിനോട് അഭ്യർത്ഥിക്കുന്നു, ആരാണ് ആ നടനെന്നും ആരാണ് ആ നടിയെന്നും താങ്കൾ വെളിപ്പെടുത്തണമെന്ന്. ഇടവേളയ്ക്ക് ശേഷം.